ദൈവകരുണയുടെ ഒരു ദിവസമായിരുന്നു. ഞാൻ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കെ ചെറിയൊരു പനി അനുഭവപ്പെട്ടതിനാൽ ഗുളികകൾ കഴിച്ചതിന് ശേഷം ഞാൻ റെസ്റ്റ് ചെയ്യുന്ന നിമിഷത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഒരു വ്യക്തി ഇറങ്ങിപ്പോകുന്നു. അത് ഞാൻ കാണുകയാണ്. മുടിയുടെ ഭാഗം മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ആ മുടി ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, അയ്യോ, ഇത് എൻ്റെ മുടിയാണല്ലോ. ഉടനെ ഞാൻ എൻ്റെ കൈകൾ കൂപ്പി, ദൈവമേ, അങ്ങയുടെ തിരുഹൃദയത്തിൽ എനിക്ക് വസിക്കുവാൻ അവസരം തന്നതിന് നന്ദി എന്ന് പറഞ്ഞു. ഉടനെ ഒരു കൈയിൽ നിന്നും ഒരു പ്രകാശധാര എൻ്റെ കണ്ണുകളിൽ പതിച്ചു. ആ കൈകളിലുള്ളിലെ തിരുമുറിവിൽ നിന്നാണ് അതെന്ന് വ്യക്തത വരുത്തുവാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് എൻ്റെ കൈകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം എൻ്റെ കൈകൾ നെഞ്ചോട് ചേർത്തു വെച്ചു. അപ്പോൾ എനിക്കൊരു വ്യക്തമായ ഒരു ബോധ്യം തരികയാണ്, ഇതാ കർത്താവ് നിനക്ക് കൈകളിലൂടെ എഴുതുവാനും കൗൺസിലിങ്ങിനും വേണ്ട ഗിഫ്റ്റുകൾ തരുന്നു എന്ന്. എനിക്കത് അത്രയ്ക്ക് വ്യക്തത ലഭിച്ചില്ല. ആയതിനാൽ ഞാൻ സന്തോഷത്തോടെ എൻ്റെ എൽഡർ ബ്രദറിനെ കണ്ടു. അദ്ദേഹവും പ്രാർത്ഥനയിലായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ഈ കാര്യം ഷെയർ ചെയ്തു. അപ്പോൾ പറഞ്ഞു, അത് ദൈവത്തിൻ്റെ കൃപ തരുന്ന നിമിഷമാണ് എന്ന്. അത് തിരിച്ചറിയുവാൻ, വ്യക്തത ലഭിക്കുവാൻ എനിക്ക് 10 ദിവസം എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കണമെന്നുള്ള ശക്തമായ ഒരു ആഗ്രഹം എന്നിലുണ്ടായി. എൻ്റെ മദർ ജനറലിനോട് ഞാൻ ചോദിക്കുകയും മദർ ജനറൽ അതിന് ഉത്തരം നൽകുകയും എനിക്ക് അനുവാദം നൽകിയതനുസരിച്ച് ഞാൻ പുറത്ത് നിവേദിതയിൽ പോയി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. അതിന് കൃത്യമായ ഉത്തരം ലഭിച്ചു. എഴുതുവാനുള്ള കൃപ രാത്രികളിൽ തന്നു. ഒരു സ്ലേറ്റിൽ പറഞ്ഞു തന്ന് എഴുതിക്കുന്നത് പോലെ ഒരു ഭാഗം എഴുതി കഴിയുമ്പോൾ മറ്റത് പറഞ്ഞു തരും. കൊച്ചു പിള്ളേർക്ക് സ്ലേറ്റിൽ എഴുതുവാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ ഈശോ അന്ന് എനിക്ക് പറഞ്ഞു തരികയായിരുന്നു. അതിനുശേഷം എൻ്റെ 10 ദിവസത്തെ പ്രാർത്ഥന ഫിനിഷ് ചെയ്ത് ഞാൻ ഡിവൈനിലേക്ക് തിരിച്ചുപോയി. ഡിവൈനിലെത്തി ഞാൻ എൻ്റെ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ വീണ്ടും ഏർപ്പെട്ടു. അപ്പോൾ വചനം മാത്രം ലഭിച്ചിരുന്ന എനിക്ക് കൂടുതൽ വ്യക്തത വന്നിരിക്കുന്ന കൗൺസിലിനെക്കുറിച്ച് ലഭിക്കുകയാണ്. ഓരോ ദിനവും ഓരോ വ്യക്തിക്കും പ്രത്യേകമായി എന്തുകൊണ്ടാണ് അവർ കൗൺസിലിങ്ങിന് അണഞ്ഞത് എന്ന് ഉള്ള വ്യക്തത വചനത്തിലൂടെയും അടയാളങ്ങളിലൂടെയും കാണിച്ചു തരികയായിരുന്നു. ഇത്രയും വ്യക്തമായ ഒരു ബോധ്യം എനിക്ക് തരുവാൻ കാരണമുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ വായിച്ചു നോക്കിയാൽ, ഒരന്ധനെ സുഖപ്പെടുത്തിയപ്പോൾ യഹൂദന്മാർ, ഫരിസേയന്മാർ അവനെ ഒറ്റപ്പെടുത്തുന്നതും അവർ വിശ്വസിക്കാതിരിക്കുന്നതും യേശുവിനെ പോലും ചോദ്യം ചെയ്യുന്നതും, അവൻ പാപിയായിരുന്നിട്ടും നിന്റെ കണ്ണുകൾ ഇങ്ങനെ തുറക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞതും അവനെ അവർ പുറത്താക്കിയതുമൊക്കെ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക്. കൂടുതൽ സമയം
ഞാൻ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എടുത്തിരുന്നു. കാരണം ഒരു കൗൺസിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ കൗൺസിലിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവം തരുന്ന പ്രാർത്ഥനയിലൂടെ തരുന്ന വചനം പറയുമ്പോൾ ആ കൗൺസിലി തൻ്റെ ഹൃദയം തുറക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, ഇത്രയും വലിയൊരു ദുഃഖഭാരത്തോടെ വന്നിരിക്കുന്ന ഈ വ്യക്തിയെ ആരും കേൾക്കാനില്ല. അപ്പോൾ അവരെ കേൾക്കുക എന്നതാണല്ലോ ഏറ്റവും വലുത്. ആ കേൾക്കുന്നതിലൂടെ അവർക്ക് വലിയ ആശ്വാസം ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ. അങ്ങനെ അവർ പറയുന്നത് മുഴുവനും കേൾക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. അവസാനം ഞാൻ എനിക്ക് പറയാനുള്ളത് പറയും. അങ്ങനെ അവർ ഒത്തിരി സമാധാനത്തോടെ ആശ്വാസത്തോടെ പോകുന്ന പതിവായിരുന്നു. പക്ഷേ പതിവിന് വിപരീതമായിട്ട് ഈ അന്ധനെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ചർച്ചയുണ്ടായതുപോലെ, വിഭാഗീയത ഉണ്ടായതുപോലെ എൻ്റെ കൗൺസിലിങ്ങിനെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ ചേരിതിരിഞ്ഞുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഡിവൈനിലെ ശുശ്രൂഷയിൽ സർട്ടിഫിക്കറ്റോട് കൂടി തന്നെയാണ് അവിടെ കൗൺസിലിംഗ് ശുശ്രൂഷ നടത്തിയത്. ഗിഫ്റ്റഡ് കൗൺസിലിങ്ങിൻ്റെ മറ്റൊരു സർട്ടിഫിക്കറ്റും കൂടി എനിക്ക് കർത്താവ് ഒരുക്കി തന്നിരുന്നു. എന്നാൽ കർത്താവ് സ്പഷ്ടമായിട്ട് ഇടപെട്ടത് ആ 10 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് കരുണയിലൂടെയുള്ള ദൈവത്തിൻ്റെ സ്പർശനം ലഭിച്ചപ്പോഴാണ് ഇത് എനിക്ക് ലഭിച്ചത്. ഓരോ കൗൺസിലി വരുമ്പോഴും അവരുടെ പ്രശ്നമെന്തെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അടയാളം എനിക്ക് കാണിച്ചു തന്ന് അവർ പറയുന്നത്, ആദ്യം പറയുന്നത് ഈ അടയാളം കിട്ടിയ ഒരു സംഭവമായിരിക്കും. കാരണം എൻ്റെ കയ്യിൽ അടയാളം തന്നു, അത് ഞാൻ സംസാരിക്കണം അവരോട്. അങ്ങനെ വിശ്വസിച്ച് സംസാരിച്ചപ്പോഴൊക്കെ വലിയ അത്ഭുതങ്ങൾ നടന്നതായി എനിക്ക് കാണുവാൻ സാധിച്ചു. ഡിവൈനിലെ ശുശ്രൂഷയിൽ ഗിഫ്റ്റഡ് കൗൺസിലിങ്ങിലുള്ള വലിയ ദൈവകൃപ മറ്റുള്ളവരുടെ ഇടയിൽ ചേരിതിരിഞ്ഞുള്ള ചർച്ചകൾ നടക്കുമ്പോഴും അന്ധനെ പുറത്താക്കിയതുപോലെ 10,000 10,000 15,000 ആൾക്കാർ വരുന്നതിനിടയിൽ കുറേയേറെ സമയം മറ്റുള്ളവർ കിടക്കുമ്പോൾ അത് ആൾക്കാർക്ക് ഒരു വിഷമം ഉണ്ടാകും. അങ്ങനെ വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേരിതിരിഞ്ഞ് അവരുടെ ഇടയിൽ ചർച്ച നടന്നത്. അങ്ങനെ അന്ധനെ പുറത്താക്കിയതുപോലെ കൗൺസിലിംഗ് ശുശ്രൂഷയിൽ നിന്ന് മാറ്റി വേറെ എന്തെങ്കിലും ശുശ്രൂഷ കൊടുക്കണമെന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കെ തന്നെ ദൈവം എന്നെ കൃപ കൊണ്ട് മൂടുകയായിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. ദിവ്യ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ ദൈവ കരുണ നമ്മളെ മൂടി നമുക്ക് കൃപ തന്ന് നമ്മളെ പ്രവർത്തന ശേഷിയുള്ളവരാക്കി പ്രവർത്തക വരപ്രസാദത്താൽ നിറച്ച് നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത എപ്പിസോഡിൽ ദൈവകൃപ എങ്ങനെയാണ് എടുത്തുപയോഗിക്കാനായിട്ട് ഗിഫ്റ്റഡ് കൗൺസിലിങ്ങിലൂടെ എന്നെ അനുഗ്രഹിച്ചതെന്ന് ഞാൻ പറയുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.